കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോയാൽ വയനാട് പൊഴുതനയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. മംഗളഗിരി സുശാന്തിന്റെ വീടിന് മുന്നിലാണ് കഴിഞ്ഞ ദിവസം പുലി എത്തിയത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുകയാണ്. ആഷിഖ്, ഇതിപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. പുലി യഥേഷ്ടം വിഹരിക്കുകയാണ്. ഈ പുലിയെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ടോ? ബെന്നിലെ ആദ്യമായിട്ടാണ് ഇവിടെ പുലി കാണുന്നതെന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ ജനപ്രതിനിധികൾ നമ്മോട് പറഞ്ഞത്. ഇവിടെ കാട്ടാനശല്യം സ്ഥിരമായുള്ള ഒരു പ്രദേശമാണ്, പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഒരു പുലിയെ കാണുന്നത്. നേരത്തെ തന്നെ പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് സ്ഥിരീകരിച്ച സ്ഥലമാണ്, പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ദൃശ്യം പുലിയുടേതായി പുറത്തു വരുന്നത്. ഇവിടെ സുശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലെ CCTVയിലാണ് ഈ ഒരു ദൃശ്യം പതിഞ്ഞത്. അർദ്ധരാത്രി ഏകദേശം ഒരു 12 മണിക്ക് ശേഷമാണ് ഈ പുലി വന്നത്. ഈ ശേഷം ഈ നാട്ടുകാരെല്ലാം പരിഭ്രാന്തരായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ്. ഈ തോട്ടം മേഖലയോടും വനമേഖലയോടും ചേർന്ന ഒരു പ്രദേശമാണിത്. അവിടെ ഈ തോട്ടം മേഖലയ്ക്ക് സമീപമായി നിരവധി ജനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ജനവാസ മേഖലയാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പുലി എത്തിയത്. പുലി വീടിന് മുമ്പിലൂടെ നടന്നു പോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ പ്രദേശത്ത് ഇപ്പോൾ വനംവകുപ്പ് ഒരു നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ആദ്യഘട്ടത്തിലാണ്, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആദ്യഘട്ടത്തിലാണ് ഒരു ദൃശ്യം പുറത്തു വരുന്നത്. അതിൽ തന്നെ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. പൊഴുതനയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ കാട്ടാന ശല്യം ഉണ്ടെങ്കിലും പുലി ആദ്യമായി കാണുന്നു എന്നാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആഷിഖ് റഹ്മാനോട് പറഞ്ഞിട്ടുള്ളത്.